ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിയ ഫാഷൻസ്. നമ്മളിന്ന് വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. തുടക്കക്കാർക്ക് പോലും ഈസിയായി ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ഹെയർ ക്ലിപ്പാണിത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായി 1/2 ഇഞ്ചിൻ്റെ സാറ്റിൻ റിബണാണ് നമുക്ക് വേണ്ടത്. നമുക്കിത് വെച്ച് പെറ്റൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി നമുക്കിങ്ങനെ മടക്കി കുറച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ഭാഗം നമുക്കൊന്ന് തീയിൽ കാണിക്കാം. ഇനി ഇങ്ങനെ നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് തീയിൽ കാണിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ 8 പെറ്റൽസാണ് നമുക്ക് വേണ്ടത്. 8 പെറ്റൽസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ കൂടെ അടുത്ത തരത്തിലുള്ള പെറ്റൽസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇങ്ങനത്തെ പെറ്റൽസാണ് ഇനി ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ചെറിയ പീസ് റിബൺ എടുത്ത് ഇങ്ങനെ അത് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തീയിൽ കാണിച്ചു കൊടുക്കാം. ഇനി ഇതിങ്ങനെ മടക്കി ഇങ്ങനത്തെ 6 പെറ്റൽസാണ് നമുക്ക് വേണ്ടത്. 6 പെറ്റൽസ് ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ച് എങ്ങനെയാണ് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു ചെറിയ പീസ് ക്യാൻവാസ് ഷീറ്റ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്, റൗണ്ട് ഷേപ്പിൽ. ഇതിൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനായി B700 ഗമ്മാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. ഇങ്ങനെ ഇത് റൗണ്ടിൽ നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നമ്മുടെ 8 പെറ്റൽസ് ഞാനിതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത 6 പീസ് പെറ്റൽസ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. നമുക്കതൊന്ന് കോർത്തെടുക്കാം. അങ്ങനെ സൂചി നൂല് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോർത്തെടുക്കാം. ഞാനിത് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാനിവിടെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള നൂല് നമുക്ക് മുറിച്ച് മാറ്റാം. നമ്മുടെ അടുത്ത ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സൂചിയും നൂലും വെച്ച് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അടിയിൽ ഇച്ചിരി ഗമ്മ് തേച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും. സ്ട്രോങ് ആയിട്ട് 2-3 സ്റ്റിച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നടുക്ക് നമുക്കൊരു സ്റ്റോൺ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിൽ നമുക്ക് ഒരു ടിക് ടാക്കിലേക്ക് ഈ ഫ്ലവർ വെച്ച് കൊടുക്കാം. ടിക് ടാക്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ടിക് ടാക്കിലേക്ക് നമുക്ക് ചെറിയൊരു പീസ് ക്യാൻവാസ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഗം ആഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഫ്ലവർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ക്ലിപ്പാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.